റെഡ്കോ മാനേജ്മെന്റ് തുടരുന്ന തൊഴിലാളി ദ്രോഹ നടപടികൾക്കെതിരെ ജീവനക്കാരും കുടുംബാംഗങ്ങളും റെഡ്കോ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ സഹകരണ ജോയിന്റ് രജിസ്ട്രാർ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. റെഡ്കോ ഹെഡ് ഓഫീസും കണ്ണൂർ ബ്രാഞ്ച് ഓഫീസും അടച്ചുപൂട്ടാനുള്ള മാനേജ്മെന്റ് തീരുമാനത്തിനെതിരെയായിരുന്നു സമരം. സഹകരണ നിയമങ്ങളും ചട്ടങ്ങളും കാറ്റിൽ പറത്തി സ്ഥാപനത്തെ തകർക്കുന്ന നയസമീപനങ്ങളിൽ നടപടി സ്വീകരിക്കാത്ത സഹകരണ വകുപ്പ് നിലപാടിനെതിരെ കൂടിയായിരുന്നു പ്രതിഷേധം. ജീവനക്കാർ CITU, INTUC നേതൃത്വത്തിലാണ് പ്രതിഷേധ സമരവുമായി രംഗത്തെത്തിയത്. കളക്ടറേറ്റിന് മുന്നിൽ നടന്ന സമരം സഹകരണ ജനാധിപത്യവേദി ജില്ലാ ചെയർമാൻ രജിത്ത് നാറാത്ത് ഉദ്ഘാടനം ചെയ്തു. കൃത്യമായി ലാഭമുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള കാഴ്ചപ്പാടോടുകൂടിയോ ആസൂത്രണത്തോടുകൂടിയോ ഉള്ള ഒരു പദ്ധതിയും ഈ അടുത്ത കാലത്ത് തയ്യാറാക്കിയിട്ടില്ല എന്നുള്ളതാണ്. 2020 വർഷം വരെ 2000 വരെ റെഡ്കോ എന്ന് പറയുന്ന സ്ഥാപനം ലാഭത്തിലായിരുന്നു. അതിനകത്ത് തൊഴിലാളികൾക്ക് സന്തോഷകരമായിരുന്നു, വിരമിച്ചവർക്ക് സന്തോഷകരമായ ജീവിതമായിരുന്നു. പക്ഷെ പിന്നീട് ഇങ്ങോട്ട് ഓരോ ഘട്ടത്തിലും ഇതിൻ്റെ തകർച്ചയുടെ പടവുകളാണ് എനിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ആ തകർച്ച വരുത്തി വെച്ചതാണോ അല്ലെങ്കിൽ വന്നുപോയതാണോ എന്നതിനെക്കുറിച്ചുള്ള ആശങ്കയും ഒരു കൃത്യമായ പഠനം നടത്തിയാൽ സഹകരണ മേഖല നേരിടുന്ന പ്രതിസന്ധികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് അതുമായി ബന്ധപ്പെട്ട ഉപദേശ നിർദ്ദേശങ്ങളും അതിൻ്റെ ന്യൂനതകളും കോട്ടങ്ങളും നേട്ടങ്ങളുമെല്ലാം പഠിക്കാനുള്ള ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ നടക്കുക എന്നുള്ള ചോദ്യമാണ് ഉയർന്നു വരിക. റെഡ്കോ സംരക്ഷണ സമിതി ചെയർമാൻ M. സുരേഷ് കുമാർ അധ്യക്ഷനായി. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ CITU സംസ്ഥാന പ്രസിഡന്റ് M. ചന്ദ്രൻ, KV ജയേന്ദ്രൻ, CB ഭാവനൻ, MP മനോജ് കുമാർ, കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് കോൺഗ്രസ് INTUC കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് EK മധു, റെഡ്കോ സംരക്ഷണ സമിതി കൺവീനർ KC ബൈജു എന്നിവർ സംസാരിച്ചു. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ.